കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ വെറും ശുംഭനോ. ആണോടോ? ആണോ? എന്താണെന്നറിയില്ല, എനിക്ക് ഇന്നലെ മുതൽ ഈ ഒരു പാട്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് ഞങ്ങളുടെ മുഖ്യനെ കണ്ടിട്ടായിരിക്കും. അല്ല, ഈ പാട്ടേ വരുന്നുള്ളൂ. ആണോ? വേറെ പാട്ട് അറിഞ്ഞൂടെ? ഞാൻ വേറെ പാട്ട് എടുത്തല്ലേ. തീയിൽ പറക്കും സൂര്യനെ കൊടുമ്പാളിൽ തറക്കും. ആ പാട്ട് അതെന്താ വരാത്ത? നിങ്ങൾ പാർട്ടി ഓഫീസിൽ ഇരുന്ന് പാടിയാൽ മതി കേട്ടോ. നിങ്ങൾ അന്തം കമ്മികളെല്ലാം കൂടെ വട്ടം കൂടി ഇരുന്ന് കുമ്മി അടിച്ച് പാടിയാൽ മതി. ഞാൻ വേറെ പാട്ടെ. സുന്ദരനോ സൂര്യനോ എന്തിരനോ അവൻ ചന്ദ്രനോ എന്ന് വരും. ജനം തീരുമാനിച്ചോളൂ. തിരിച്ചു പോകും. ഒന്ന് സതീഷ പോകും. കോൺഗ്രസ് തിരിച്ചു പോകുമെന്ന് പാടുന്നു. എടോ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൈരടിയുടെ ആഫീസിലോ ദേശാഭിമാനിയുടെ ആഫീസിലോ പോയിരുന്ന് മുഖ്യന് വളവളവായിട്ട് അളിച്ചപ്പോഴേ അതിലെന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്? അത് ഏഷ്യാനെറ്റിൽ കിട്ടില്ലല്ലോ. ഞങ്ങൾ ഔദാര്യ മനസ്സിൽ നിങ്ങൾ കാണാതെ പോകാം. അയ്യോ, നമുക്ക് അങ്ങനത്തെ ഔദാര്യം ഒന്നും വേണ്ട, ആവശ്യമില്ല. ഏഷ്യാനെറ്റിന് മനോരമയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വേണ്ടേ? എന്തിനാ വെറുതെ എവിടെ പോയി ഇങ്ങനെ ഇരിക്കുക, കേൾക്കുക, തിരിച്ചു വരിക എന്നാണോ? ആ കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോദ്യം ചോദിക്കാല്ലോ, 3 ചോദ്യം. അതെ, 2 ചോദ്യം കൈരളിയും 2 ചോദ്യം കൈരളി, 1 ദേശാഭിമാനി. അതോടെ കഴിഞ്ഞു കഥം. എഴുന്നേറ്റ് ഒറ്റ പോക്കായിരുന്നു. ഇത്രയും വലിയ അവസരം ഞങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയില്ലേ? കൈയടിക്കാം. അല്ലല്ല, നമ്മളെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ വാർത്താ സമ്മേളനം അല്ല എടുത്തത്. കേരളത്തിലെ കിം കളിക്കാൻ നടക്കുന്ന ഒരാളുടെയാണ്. അത് ഏക്കൂല്ല ഇവിടെ നിന്ന് മനസ്സിലായില്ലേ? അവസാനം എന്താ പറയാ, മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങ് പൊതിച്ച്. ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടല്ലോ, മൈക്ക് കണ്ട് ഓടിക്കളയും മാധ്യമങ്ങൾ. എപ്പോ ഈ 15 വർഷത്തിനിടയിൽ എപ്പോ വന്നു മാധ്യമങ്ങൾ? നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ? അല്ലേ, പറയുമ്പോ എല്ലാം പറയണല്ലോ. അയ്യോ, അത് ഞങ്ങൾക്ക് വലിയ വിലയൊന്നും നമുക്കില്ല അതിന്, മനസ്സിലായില്ലേ? അല്ലാതെ പിന്നെ അത് മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോഴേ പേടിത്തോണ്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് അതല്ലല്ലോ, ഇരട്ട ചങ്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് ഇരട്ട ചങ്കല്ല, കൊട്ടത്തേങ്ങയാ. ചോദ്യങ്ങളോട് ഭയം, മാധ്യമങ്ങളെ ഭയം, ജനങ്ങളെ ഭയം. എന്നിട്ട് തീയിൽ കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകന്. നാണം ഉണ്ടോ ഇങ്ങനത്തെ ഊച്ചാളിത്തരം കാണിക്കാൻ? ഭയമല്ല, അജണ്ട വെച്ച് ചോദിക്കുന്നു. പ്രത്യേക അജണ്ട ഇവിടുത്തെ നിർത്തും. പ്രത്യേക അജണ്ട എന്തായിരുന്നു? അജണ്ട എന്ന് വെച്ചാൽ SDPI ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ കുരുക്കിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കുരുക്കിലാകുന്നത് എന്തിനാണ്? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോലെ. അത് അവരോട് ചോദിക്കണം, ഞങ്ങളുടെ തന്നെ ചോദിക്കണം. അയ്യോ, അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന്. ഇനി നിങ്ങളുടെ മറുപടി പറ. ഞങ്ങൾ SDPIക്ക് ഞങ്ങൾ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. എന്ത് മറുപടി? അത് പിന്നെ മറുപടി പറയൂ. അത്ര തന്നെ. 4 നേതാക്കന്മാരല്ല, 4 നേതാക്കന്മാരല്ല, ഓരോ നിലപാടാ പറഞ്ഞിരിക്കുന്നത്. EP ജയരാജൻ പറഞ്ഞു ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്നൊന്നും പറയുന്നില്ല. SDPIക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അയ്യോ പോവല്ലേ, അയ്യോ ചെയ്യല്ലേ, അയ്യോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന്. MA ബേബി പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ SDPIയുടെ വോട്ടിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അമ്മമാരുടെ വോട്ട് കണ്ട വർഗീയത പറഞ്ഞു നടക്കുന്നവന്മാരുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് MA ബേബി പറഞ്ഞു. MV ഗോവിന്ദൻ ഒറ്റ തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ളൂ ആ വിഷയത്തിൽ. അപ്പൊ പറയാണ് ഇതൊക്കെ വെറും അനാവശ്യ ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോയിക്ക്. ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയാണെന്ന്. മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ട. പക്ഷെ കഴിഞ്ഞ ദിവസം ഇവരുടെ ശിവൻകുട്ടി അണ്ണൻ പറഞ്ഞത് ആർക്ക് വേണോ വോട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങളുടെ നിലപാടെന്താ? പാർട്ടിയുടെ നിലപാട് പറ. പാർട്ടി സെക്രട്ടറി നിലപാട് പറയുന്നില്ല. നിങ്ങളുടെ മറ്റേ പാർട്ടിയുടെ എന്തോ വലിയ ഇതാന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പിണറായി ഉത്തരം പറയുന്നത് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടി വലിയ കേഡർ പാർട്ടി, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നവരാണ്, ഒരഭിപ്രായമാണ്. പറ, ഒരു അഭിപ്രായം പറ, ഒരു നിലപാട് പറ. അത് ഒരെണ്ണേ പറയാവുള്ളൂ, 4 എണ്ണം പറയരുത്. അജണ്ട ഉണ്ട്. നിങ്ങൾ ഇവർക്ക് ഈ ചോദ്യം ചോദിക്കുന്നതിന് പിന്നിൽ തന്നെ പ്രകടമായ അജണ്ടയുണ്ട്. നിങ്ങളുടെ അജണ്ടയ്ക്കകത്ത് സംസാരിക്കാനേ ഞങ്ങൾ SDPIയുടെ വേണ്ടാന്നും പറയാൻ പറ്റുന്നില്ല, വേണമെന്നും പറയാൻ പറ്റുന്നില്ല. ഒന്നാക്കിലെ പിരിവെട്ടുമ്പോ പിന്നെ ഞങ്ങൾ കേട്ടോ. അയ്യോ, ആ നട്ടലാണ് നമ്മൾ കണ്ടത്. 2 ചോദ്യം കൈരളി, 1 ചോദ്യം ദേശാഭിമാനി. അതാ പിന്നെ അവരുടെ പത്രാഫീസിലും ചാനൽ ഓഫീസിലും പോയി നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അങ്ങ് കൊടുത്താൽ പോരെ. എന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നേരം നാളെ കാണാം. എന്ത് കാര്യത്തിന്? പിന്നെ അവസാനം ഇത്തവണയും മാധ്യമങ്ങൾ അങ്ങ് പഞ്ചപുച്ഛമടക്കി നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
ഇതൊരുമാതിരി ഊച്ചാളിത്തരമാണ് CMA എന്ന് മാധ്യമങ്ങൾ ഇന്ന് പ്രതികരിച്ചു. അങ്ങനെ പൊരിഞ്ഞടിയായിരുന്നു. അത് പിന്നെ പത്രസമ്മേളനത്തിൽ എല്ലാവർക്കും ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇന്ന് സംഭവിച്ചത്. മനവരെ നിങ്ങൾ വാർത്താസമ്മേളനം കണ്ടിട്ടുണ്ടോ? അത് കുറേ മാധ്യമ പ്രവർത്തനം ഉണ്ടാകും. എല്ലാവർക്കും ചോദ്യം ചോദിച്ച് മറുപടി അറിഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ മുക്കിൽ നേരമുണ്ടോ? അല്ല, നിങ്ങൾ ഈ ദേശാഭിമാനി ആരുടെയാ? പറ. ഇടതുപക്ഷത്വം. കൈരളി ആരുടെയാ? ഇടതുപക്ഷത്വം. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാക്കാനാണ്. എന്തിനാണ്? അതാ നമ്മൾ പറഞ്ഞത്, അവരുടെ ചാനൽ ഓഫീസിൽ പോയി ഇരുന്നാ പോരെ. അവിടെ ഇരുന്ന് നിങ്ങൾ അങ്ങ് പറയണം. രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്നങ്ങ് പറ ചോദ്യത്തിന് ഉത്തരം. മൻ കി ബാത്ത് പോലെ വലതും തുടങ്ങി. ഞായറാഴ്ച മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അതെ അതെ അതെ. ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം ചോദിച്ചായിരുന്നു? ഇല്ല. പിണറായി വിജയന്റെ മകളുടെ കുടുംബജീവിതത്തെ കുറിച്ചാണോ ചോദിച്ചത്? മോദിയുടെ തായ്ക്കണ്ടിയിൽ എത്ര തേങ്ങ വിറ്റു വല്ല പെറുക്കിയെന്നാണോ നമ്മൾ ചോദിച്ചത്? മോദിയുടെ കുടുംബത്തിൽ എന്തുണ്ടെന്ന് ചോദിക്കുന്നത്? പിണറായിയുടെ കൊച്ചുമോനെ കുറിച്ചായിരുന്നോ ചോദിച്ചത്? കമലേട്ടത്തിയുടെ നടുവേദനയും കാലുവേദനയും എങ്ങനെയുണ്ടെന്നാണോ ചോദിച്ചത്? വിദേശത്തുള്ള പിണറായിയുടെ മകന് സുഖമാണോ എന്നാണോ ചോദിച്ചത്? എന്തിനാ വിദേശത്ത് പോകുന്നതെന്നല്ല. ഇവിടെ നിൽക്കടോ, ഇവിടുത്തെ കാര്യം പറയുമ്പോ ഇവിടെ നിൽക്കടോ, അങ്ങോട്ട് തെളി വലിഞ്ഞു കയറാതെ. ഞങ്ങൾ നിങ്ങൾക്ക് അവരൊരു ഈക്വൽ ആണോ? അങ്ങനെയില്ല. ഞങ്ങൾ അവരെ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല. മാധ്യമങ്ങൾക്ക് ഒരു വാക്ക് പോലും പറയാത്തൊരു നേതാവുള്ള ഈ നാട്ടിൽ ഞങ്ങൾ 3 ചോദ്യം അനുവദിച്ചത് തന്നെ ഞങ്ങൾ ഔദാര്യം. അതാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഉത്തരകൊറിയ അല്ല ഇത് കേരളം. മര്യാദയ്ക്ക് ചോദിക്കണം, അജണ്ട വെച്ച് ചോദിക്കരുത്. പിന്നെ മര്യാദക്ക് ചോദിക്കണം എന്നൊക്കെ പറയാം. നിങ്ങൾ ആരാ മര്യാദ പഠിപ്പിക്കാനായിട്ട്? നമ്മളെ ഇന്നലെ ഒരു മര്യാദ സംസാരിക്കുന്നു. പിന്നെ മുഖ്യമന്ത്രി അല്ലല്ലോ, നമ്മുടെ അമ്മാവനൊന്നും അല്ലല്ലോ മര്യാദ കൊടുക്കാനായിട്ട്. ഒരു ഭക്ഷണം കേട്ട തലമ ആരെയും ബഹുമാനം അല്ല, അതാ നമ്മൾ ചോദിക്കുന്നത്. കേരളത്തിന്റെ CM അല്ലേ? അല്ല, നമ്മുടെ അമ്മാവനായിട്ടൊന്നും വരത്തില്ലല്ലോ. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. വാർത്താ സമ്മേളനം മാധ്യമങ്ങൾ വിളിച്ചു ചോദിക്കാം. ഇവരുദ്ദേശിക്കുന്ന വാർത്താ സമ്മേളനം എങ്ങനെയാണെന്ന് അറിയാം, ഞാൻ കാണിച്ചു തരാം. അതായത് CMA ഉച്ചയ്ക്ക് എന്തായിരുന്നു കഴിച്ചത്? അതോ മറ്റേ മോദയായിരുന്നോ? നെയ്മീനായിരുന്നോ? അത് തന്നെ. മറ്റേ മരുമോൻ ഇത്തവണ ജയിക്കുമല്ലോ അല്ലേ? ഞങ്ങള് നന്നായി പണിയെടുക്കുന്നുണ്ട് മരുമോനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. കേട്ടോ. അല്ല, പേരക്കുട്ടിക്ക് സുഖമാണോ? വളർന്നു വരുമ്പോഴത്തേക്ക് അടുത്ത CM ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പേരക്കുട്ടിയെ എത്തിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതോ ഇതാണോ 10 വർഷത്തെ വികസനം? 10 വർഷത്തെ വികസനം ചോദിക്കണം. പെരുമ്പളം പാലം അത് ചോദിക്കണം. കറണ്ട് കെട്ടില്ലാത്ത 10 വർഷം. കലാപങ്ങളില്ലാത്ത 10. അത് ശരിയാ, കലാപങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ. നിങ്ങൾ ഭരണപക്ഷത്താണല്ലോ. തിരിച്ചായാലല്ലേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും ഇവിടെ എണ്ണി പറയാൻ ആരുമില്ല. എന്നിട്ട് ആ ഇരട്ട ചങ്ക്, ആ ബ്രണ്ണൻ കോളേജിലെ ആ ഒരു പണ്ടത്തെ ആ ഒരു വരവ്, ആ ഊരിപ്പിടിച്ച വാള്, ഇതൊക്കെ മാധ്യമങ്ങൾ ചോദിക്കുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചോദിക്കണം ഞങ്ങൾക്കില്ല. പക്ഷെ അജണ്ട വെച്ച് ചോദിക്കണ്ട. SDPIയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അജണ്ടയാവുന്നത്? അത് മാത്രമല്ല, അതെന്ത് അജണ്ടയാണ്? ചോദിക്കട്ടെ. അങ്ങനെയാണ് ഈ പറയുന്ന കൈരളിയും ദേശാഭിമാനിയും ഒക്കെ അവരുടെ എതിർ പാർട്ടിക്കാരോട് എന്തെല്ലാം ചോദിക്കുന്നു? അത് അജണ്ടയാണോ? VD സതീശനോട് എന്തെല്ലാം നിങ്ങൾ ചോദിക്കുന്നു? രാജീവ് ചന്ദ്രശേഖരനോടും സുരേഷ് ഗോപിയോടും എന്തെല്ലാം ആണോ നിങ്ങൾ ചോദിക്കുന്നത്? അത് അജണ്ടയാണോ അന്നേരം? പിന്നെ ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അത് പിന്നീട് ആക്കിയാ മതിയോ? രാജീവ് ചന്ദ്രശേഖർ ആകല്ലേ? ഓക്കെ, ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വികസനത്തിന് പ്രതിപക്ഷം എന്ത് പങ്ക് വഹിച്ചു? ഇവിടെ പറ, എന്ത് പങ്ക് വഹിച്ചു? കേന്ദ്രം കേരളത്തെ അവഗണിച്ചപ്പോൾ VD സതീശന് കഴിഞ്ഞ ദിവസം മോദിക്കെതിരെ ഏതെങ്കിലും വാക്ക് വന്നോ? അല്ല, ഇവിടെ വന്നിട്ട് മോദി പിണറായിയെ അധികം ഒന്നും തൊടാതെയാണല്ലോ പോയത്. അതെന്താ? എന്റെ ദൈവമേ, പാനിന്റെ റീച്ച് രാഹുൽ മങ്കുട്ടത്തില് പ്രധാനമന്ത്രിയുടെ വായിന്ന് കേൾക്കാന്ന് പറഞ്ഞ എന്ത് നിങ്ങൾ ആ ഒരു ഐക്യം മനസ്സിലാക്കണം. അതായത് പിണറായി പറയുന്നു നാട് നീളെ വ്യഭിചരിച്ച് നടന്നിട്ട്, അത് കഴിഞ്ഞിട്ട് മോദി വന്നതെന്ന് പറയുന്നു ഇവിടുത്തെ സ്ത്രീകൾ മറ്റേ ജാഗരൂകരായിട്ടിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ശബരിമലയെ പറ്റി പറഞ്ഞത് കേട്ടില്ലായിരുന്നു? മോദി പറഞ്ഞത് കേട്ടില്ലേ? അയ്യോ, എന്നിട്ട് പോയി വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ അത് ഞങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട്. പ്രോട്ടോകോൾ എന്ന് പറയുമ്പോ ഇങ്ങനെ അങ്ങ് വളയണോടോ? അങ്ങനെ വളയണം. ഞങ്ങൾ ചിലപ്പോ നിലത്ത് കിടന്ന് എഴയുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യും. നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരു ചട്ടമുണ്ട്. നിങ്ങളുടെ ഈ പാർട്ടി ഓഫീസിലെ വരട്ടൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിക്കണം. ഞാൻ വിചാരിച്ചു, ഞാൻ തീരുമാനിച്ചാൽ കാണിക്കണം. എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ സൗകര്യമില്ല ഇല്ലാത്ത ആ ഡയലോഗ് ഒക്കെ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങളുടെ അണ്ണാക്കിലെ പിരി വെട്ടിയിട്ടാണ് നിങ്ങൾക്ക് പണയാനില്ലാത്തത്. കൂടുതൽ
മണച്ചിലൊന്നും ഇവിടെ ഇന്ന് പണയണ്ട കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് SDB പറ്റി മാത്രമേ ചോദിക്കാനുള്ളൂ. നട്ടലുണ്ടെങ്കിൽ ഒരു നിലപാട് പറയണോ നിങ്ങളുടെ പാർട്ടി? നിലപാട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് വന്ന് നിലപാട് പറഞ്ഞോളാം കേട്ടോ. എല്ലാത്തിനും ചർച്ച ചെയ്ത് ഞങ്ങൾ ഒറ്റ ഒരു നിലപാടിൽ വന്നോളാം കേട്ടോ. ഈ വർഗീയ ശക്തികളെ മാറ്റി നിർത്തുന്നു, അതിന് ഈ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിലപാടെടുക്കാൻ ചർച്ച ചെയ്യണോ? ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ പാർട്ടി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുള്ളൂ. SDPI കുറിച്ച് ചോദിച്ചാൽ ഉത്തരവില്ല, പക്ഷെ വേറെ വേദികളിലൊക്കെ പോയി കയറി എന്നിട്ട് പറയും ഞങ്ങൾ വർഗീയതയോട് സന്ധിയില്ലാത്ത. സന്ധിയില്ല. അപ്പൊ SDPIയുടെ കാര്യം ചോദിക്കുമ്പോഴോ അജണ്ടയാണെന്ന്, അത് അജണ്ടയാണെന്ന്. വോട്ടില്ല. മനോനാടോ ഇത്? മനോരെ നിങ്ങൾ ഇതിലൊന്നും ഇതാക്കരുത് കേട്ടോ. നീലക്കുറുക്കം വല്ലാതെ അങ്ങ് പോകുന്നുണ്ട്, നാട്ടുകാരെടുത്തിട്ട് പൊതിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളുടെ വക കിട്ടി. മാധ്യമങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നിങ്ങൾ നമ്മളെ എന്ത് ചെയ്യുമെന്ന്? തിരിച്ച് നിങ്ങൾ നമ്മളെ എന്ത് ചെയ്യുമെന്ന്? 3 ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അറിയത്തില്ലല്ലോ, അതല്ലേ പ്രശ്നം. വരട്ട് അങ്ങ് ധാർഷ്ട്യം ഒരക്കാടെ മൂട്. ഒലക്കര മൂട്.